പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21:15 വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഓ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. പത്രോസ് എപ്രകാരമാണ് ദൈവത്തെ അറിയാനിടയായത്, അതിൻ്റെ ആ പശ്ചാത്തലമെല്ലാം നമുക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. പത്രോസ് ദൈവത്തെക്കുറിച്ച് യഥാർത്ഥ ഒരു ദർശനമുള്ള ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. അദ്ദേഹമായിരുന്ന ആ അവസ്ഥയിൽ നിന്നെല്ലാം പത്രോസിനെ വിടുവിച്ച് യേശുപ്പച്ചനെ അനുഗമിക്കാൻ ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മളോടും കർത്താവപ്പച്ചൻ ഇതുപോലെ ചോദിച്ചു കൊണ്ടിരിക്കുവാണ്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്നും. നമ്മളെന്താണ് നമ്മളെ കർത്താവപ്പച്ചൻ്റെ ജീവനും അവസാന തുള്ളി രക്തം പോലും വില കൊടുത്ത് നമ്മളെ അന്ധകാരത്തിൽ നിന്നും പാപത്തിൽ നിന്നും നാശകരമായ കുഴിയിൽ കുഴിഞ്ഞു ചേറ്റിൽ നമ്മളെ വിടുവിച്ച് ഈ ദൈവമഹത്വത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പ്രിയ മക്കളാകാനുള്ള ഭാഗ്യം തന്ന നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടോ? ദൈവം അതാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളെയാണോ സ്നേഹിക്കുന്നത്? നമ്മുടെ ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ സമ്പത്തിനെയോ? നാം എന്താണ് നമ്മുടെ ഈ ആയുസ്സിൽ എന്തിലാണ് നമ്മുടെ ആശ വെച്ചിരിക്കുന്നത്? എന്നാലോ കർത്താവപ്പച്ചന് പറയുന്നു, പത്രോസിനോട് പറഞ്ഞതുപോലെ തന്നെ ചോദിച്ച പോലെ നമ്മോടും ചോദിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ യഥാർത്ഥ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മെ വിളിച്ച് വേർതിരിച്ച് ഈ മഹത്വത്തിലേക്ക് കൊണ്ട് നമ്മെ ഓരോരുത്തരും കുറിച്ച് ദൈവത്തിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. ആ കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നാം ആയിരിക്കുന്നിടത്ത് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ കർത്താവപ്പച്ചൻ്റെ വേല ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ ആ ആഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൂടി, വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ കൂടി നിറവേറട്ടെ. അതുപോലെ ഞാൻ ഈ ലോകം മുഴുവനും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവജനത്തിനും എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.